ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ തിരുവനന്തപുരത്ത് ലുലു മാളിന് അടുത്തുള്ള ആ ഒരു ഇൻ്റർനാഷണൽ എക്സിബിഷൻ സെൻറ്ററിൽ ഒരു ടൈറ്റാനിക് എക്സിബിഷൻ നടക്കുകയാണ്. ടൈറ്റാനിക്കിനെ കുറിച്ചാണ് ആ എക്സിബിഷൻ. കൂടാതെ കുറച്ച് ആക്ടിവിറ്റീസും അങ്ങനത്തെ എക്സിബിഷൻ സ്റ്റാൾസും ഉണ്ട്. ഒരു വലിയൊരു ടൈറ്റാനിക്കിൻ്റെ ഒരു മാതൃക തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലുലു മാളിന് തൊട്ടടുത്തുള്ള ഒരു എക്സിബിഷൻ സെൻറ്ററിലാണ് ഉള്ളത്. ആനയറയിലുള്ള വേൾഡ് മാർക്കറ്റ് സെൻറ്ററിലാണ് ഈ ഒരു ടൈറ്റാനിക് എക്സിബിഷൻ ഉള്ളത്. ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് 100 റുപ്പീസാണ് പെർ പേഴ്സൺ. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ നമ്മുടെ ഒരു ഷിപ്പിൻ്റെ ഒരു ക്യാപ്റ്റൻസ് ഡക്കാണിത്. ആ ഒരു മാതൃകയാണ് കാണുന്നത്. ഇതിനോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഷിപ്പിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രതീതി ഉണ്ടാകും. ഷിപ്പിൻ്റെ ഉൾവശം പോലെയാണ് ഇവിടെ അവർ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പർ ഡെക്ക്, ലോവർ ഡെക്ക്, അങ്ങനെ പല പല പേരുകളും കാണാം. നല്ല കാർപ്പറ്റൊക്കെ വിരിച്ച് നല്ല മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ടൈറ്റാനിക് DJ അമ്യൂസ്മെൻ്റ് എന്നാണ് അതിൻ്റെ പേര്. ടൈറ്റാനിക് DJ അമ്യൂസ്മെൻറ്റ് എക്സിബിഷനാണിത്. ഇവിടെ മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷനാണ് ഈ ടൈറ്റാനിക്കിൻ്റെ എക്സിബിഷൻ. കൂടാതെ അനേക എക്സിബിഷൻ സ്റ്റാൾസും പിന്നെ മറ്റേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസായ ജയൻറ്റ് വീല്, അങ്ങനെ പല പല സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേങ്കിൽ ഈ ടൈറ്റാനിക്കാണ് മെയിനായ അട്രാക്ഷൻ. ഈ ടൈറ്റാനിക്കിൽ അഭിനയിച്ചിരിക്കുന്ന നടീനടന്മാരുടെയൊക്കെ ഫോട്ടോസ് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോജനിക് പ്ലേസാണ്. ഇതാണ് അതിൻ്റെ മെയിൻ ഒരു ഹോൾ. നമ്മൾ ടൈറ്റാനിക്കിൽ കാണുന്നില്ലേ, ആ ജാക്കൊക്കെ നടന്നു പോകുന്ന ഒരു മെയിൻ ഹോള് പോലെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. എന്തായാലും ഫോട്ടോയൊക്കെ എടുക്കാനും വീഡിയോ ഒക്കെ എടുക്കാനും പറ്റിയ സ്ഥലമാണ്. ഇവിടെ എക്സിബിഷൻ 4 മണി മുതൽ രാത്രി വരെ ഉണ്ട്. 4 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ടൈറ്റാനിക്കിൽ ആ ഒരു മെയിൻ ഡോമില്ലേ, സെൻട്രൽ ഹാളിൽ ഒരു ഡോം അതുപോലെ അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൽ പിന്നെ കുറേ ഒരു ടൈറ്റാനിക്കിലെ പാട്ട്, പിന്നെ അതിലുള്ള കുറേ ഡയലോഗ്സ്, അങ്ങനത്തെയൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെക്കാൻ വേണ്ടി പറ്റും. ഇതൊരു സ്റ്റുഡിയോ സെറ്റപ്പാണ്. നമുക്കൊരു സ്റ്റുഡിയോയിൽ വന്നൊരു ഫീൽ ഉണ്ടാവും. നല്ല കാർപ്പറ്റൊക്കെ വിരിച്ച് നല്ല സൈഡ് വാളും നല്ല ഡെക്കറേഷനൊക്കെ കൊടുത്ത് നല്ല ഒരു കപ്പലിൻ്റെ ഉൾവശം പോലെ തന്നെ നമുക്ക് തോന്നിക്കും. 1997 ടൈറ്റാനിക് സിനിമ റിലീസായത്. വേൾഡ് വൈഡ് ഹിറ്റ് സിനിമയായിരുന്നു അത്. അതായത് വളരെ മികച്ച കലക്ഷനും കൂടാതെ അഭിപ്രായം നേടിയൊരു സിനിമയാണ് ടൈറ്റാനിക്. ലിയോനാർഡോ ഡികാപ്രിയോ, കേറ്റ് വിൻസ്ലെറ്റ് എന്നിവരാണ് പ്രധാന നടീനടന്മാർ. എല്ലാവർക്കും അറിയാം, എനിക്കറിയാം, ലോകത്തിലെ എല്ലാ ആൾക്കാരും കണ്ട സിനിമയാണ് ടൈറ്റാനിക്. എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചതും അതൊരു നല്ലൊരു കലാമൂല്യമുള്ളൊരു സിനിമ കൂടിയാണ് ടൈറ്റാനിക്. നിറയെ ഓസ്കാറും നേടിയിട്ടുണ്ട്. നമുക്കവിടെ ജാക്കും റോസിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ടൈറ്റാനിക്കിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടും. പിരാന 2 ആണ് ജെയിംസ് കാമറൂണിൻ്റെ ഫസ്റ്റ് ഫിലിം. അദ്ദേഹം ഒരു കനേഡിയൻ സിറ്റിസണാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ അവതാറും പിന്നെ ടെർമിനേറ്ററും ഒക്കെ അദ്ദേഹത്തിൻ്റെ സിനിമകളാണ്. ടൈറ്റാനിക്കിന് ശേഷം അദ്ദേഹം അവതാർ സീരീസിലെ സിനിമാസാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ടൈറ്റാനിക്കിന് അനേകം ഗ്രാമി അവാർഡ്സും ഓസ്കർ അവാർഡ്സും പല അവാർഡ്സും വാരിക്കൂട്ടിയ സിനിമയാണ് ടൈറ്റാനിക്. ഇനി നിങ്ങൾക്ക് അധിക പേർക്കും അറിയാത്തൊരു കാര്യമാണ് ഈ ജെയിംസ് കാമറൂണിൻ്റെ. അദ്ദേഹം ഒരു ഡീപ്പ് ഓഷ്യൻ എക്സ്പെഡീഷൻ എക്സ്പേർട്ടാണ്. അതായത് അറ്റ്ലാന്റിക് ഓഷ്യൻ അല്ലെങ്കിൽ പസഫിക് ഓഷ്യൻ്റെ ഡീപ്പ് ഏരിയയിലേക്ക് എക്സ്പെഡീഷൻ നടത്തിയത്. അതായത് കുറേ പ്രാവശ്യം, 10-30 പ്രാവശ്യമെങ്കിലും അദ്ദേഹം ഡീപ്പ് സീ എക്സ്പെഡീഷൻ നടത്തിയിട്ടുണ്ട്. ഡീപ്പ് ഓഷ്യൻ എക്സ്പെഡീഷൻ. അതായത് ഈ ടൈറ്റാനിക് ഫിലിം ഉണ്ടാക്കുന്നതിന് മുൻപ് ഈ ടൈറ്റാനിക്കിൻ്റെ ആ ഒരു വ്രക്കില്ലേ, അതായത് അതിൻ്റെ ഒരു അവശിഷ്ടങ്ങളുടെ ഭാഗത്ത് അദ്ദേഹം എത്തിയിരുന്നു. ഇങ്ങനെ നമ്മളിപ്പോൾ അടുത്ത് എക്സ്പ്ലോഡ് ചെയ്ത ഒരു ഓഷ്യൻ എക്സ്പെഡീഷൻ ഉണ്ടായിരുന്നില്ല, കുറേ പേര് മരണപ്പെട്ടത്. അതായത് ടൈറ്റൻ എന്ന പേരുള്ള ഒരു സബ്മേഴ്സിബിളിൽ 5 പേര് നോർത്ത് അറ്റ്ലാന്റിക് റീജിയനിൽ ഈ ടൈറ്റാനിക്കിൻ്റെ വ്രക്ക് കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ അവരകപ്പെട്ടു. അപ്പോൾ അവർക്ക് ഇംപ്ലോഷൻ സംഭവിച്ചു. അതായത് ഉള്ളിലോട്ട്, സാധാരണ ഒരു സംഗതി പൊട്ടി പുറത്തോട്ടേക്കല്ലേ പോകുന്നത്, ഇത് ഉള്ളിലേക്ക് പൊട്ടുക, അതായത് ഉള്ളിലേക്ക് ചുളുങ്ങിപ്പോവുക. അങ്ങനെ ഇംപ്ലോഷൻ സംഭവിച്ച് 5 പേര് മരണപ്പെട്ടിട്ടുണ്ട്.
ആ ഏരിയയിലൊക്കെ ഈ ജെയിംസ് കാമറൂൺ നിരവധി തവണ എക്സ്പെഡീഷൻ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സബ്മേഴ്സിബിൾ എന്ന് പറയുന്നത് അദ്ദേഹം സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് സ്വന്തമായി എഞ്ചിനീയറിംഗ് ക്രാഫ്റ്റ് കൊണ്ട് നിർമ്മിച്ചതാണ്. അതായത് 33 പ്രാവശ്യമാണ് അദ്ദേഹം നോർത്ത് അറ്റ്ലാന്റിക് റീജിയനിലുള്ള ഒരു ടൈറ്റാനിക്കിൻ്റെ വ്രക്ക് കാണാൻ വേണ്ടി പോയത്, അവശിഷ്ടങ്ങൾ കാണാൻ പോയത്. ആ സിനിമ എടുക്കുന്നതിന് മുൻപും സിനിമ എടുത്തതിന് ശേഷവും അദ്ദേഹം പോയിട്ടുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ ഒരു സ്റ്റഡി തന്നെ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ടൈറ്റാനിക് സിനിമയിൽ കാണുന്ന പല ആ ഒരു ടൈറ്റാനിക് വർക്കിൻ്റെ ആ ഒരു അവശിഷ്ടത്തിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ഒറിജിനൽ തന്നെയാണ്, അദ്ദേഹം തന്നെ പോയി പകർത്തിയതാണ്. കൂടാതെ 2010 മറ്റോ അദ്ദേഹം മറിയാന ട്രെഞ്ചിലെ മറ്റേ ആ ഒരു ഡീപ്പസ്റ്റ് പോയിൻ്റ് പോയിട്ടുണ്ട്, അവിടെ എക്സ്പെഡീഷൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തിയതിൻ്റെയും ഒരു റെക്കോർഡുണ്ട് അദ്ദേഹത്തിന്. ഇതാണ് ആ സിനിമയിൽ നമ്മൾ കണ്ട ആൾക്കാരും യഥാർത്ഥ ജീവിതത്തിലെ ആൾക്കാരുള്ള ഫോട്ടോസാണത്. ക്യാപ്റ്റൻ, ഷിപ്പ് ഓണർ, പിന്നെ പല പാസഞ്ചേഴ്സ്, ഷിപ്പിലെ ക്രൂ, അങ്ങനെ പല ആൾക്കാരുടെ ഫോട്ടോസും ഒറിജിനൽ ആൾക്കാരുമാണ് അത് അഭിനയിച്ച ആൾക്കാരും. ടൈറ്റാനിക്കിനെ സംബന്ധിച്ച പല പല വാർത്തകളും പല ബോർഡിംഗ് പാസ്സാണ് ടൈറ്റാനിക്കിൻ്റെ, അങ്ങനെ പല പല ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു മ്യൂസിയം, ടൈറ്റാനിക് മ്യൂസിയം ആക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇതതിൻ്റെ സ്റ്റീമേഴ്സ് അതിൻ്റെ ക്യാപ്റ്റനും മറ്റു ആൾക്കാരുമാണ്. അതിൻ്റെ ഡക്കിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ്, പിന്നെ പണ്ടത്തെ ഫോട്ടോസാണ്. ടൈറ്റാനിക്കിലേക്ക് പോകുന്ന ക്രൂവിൻ്റെയും പാസഞ്ചേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോസ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ടൈറ്റാനിക് കുറിച്ച് ആരും കേൾക്കാത്തതില്ലല്ലോ, എല്ലാവരും കണ്ട സിനിമയായിരിക്കും. ഇതതിൻ്റെ ബ്ലൂ പ്രിൻ്റ് പോലത്തെ ആണത്, ടൈറ്റാനിക്കിൻ്റെ ഓരോ ഫ്ലോറിൻ്റെ. പിള്ളേരെ കാണാനായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റിയ കുറേ ഏരിയാസ് ഉണ്ട്. ഇതാണ് അതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ. ആ ടൈറ്റാനിക് പകുതി മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ രക്ഷപ്പെടുന്നതിൻ്റെയും ആ ഒരു ഐസ്ബർഗ് മഞ്ഞുകട്ടയുടെ ചിത്രങ്ങൾ, അവിടെ ജാക്ക് ആൻഡ് റോസും അതാ രക്ഷപ്പെടാൻ വേണ്ടി ഒരു വാതിലിൻ്റെ മുകളിൽ കിടക്കുന്നതിൻ്റെ ഒരു മനോഹരമായൊരു ആവിഷ്കാരം തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. ഇതാണ് ടൈറ്റാനിക്കിൻ്റെ ഒരു മാതൃക, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. 100 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. ടൈറ്റാനിക് DJ അമ്യൂസ്മെൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്. എനിക്ക് തോന്നുന്നു ഇതാണ് അതിൻ്റെ ഫോട്ടോസ്, ടൈറ്റാനിക് വ്രക്കിൻ്റെ നേരത്തെ പറഞ്ഞ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. ആ സിനിമയിലെ ആ ഒരു ഡയമണ്ടില്ലേ, അതിൻ്റെ ഒരു മോഡൽ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ടൈറ്റാനിക് ടൂറിസ്റ്റ് സബ്മേഴ്സിബിൾ. ഇങ്ങനത്തെ ഒരു സബ്മേഴ്സിബിളിലാണ് ജെയിംസ് കാമറൂൺ പോയത്. പക്ഷെങ്കിൽ ഇത് ടൈറ്റാനാണ്. ഈ അടുത്ത അപകടത്തിൽപ്പെട്ട 5 പേർ മരണപ്പെട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ഫോട്ടോസാണ് കൊടുത്തിരിക്കുന്നത്. ഇതേപോലത്തെ ഒരു സബ്മേഴ്സിബിളിലാണ് അദ്ദേഹം ഈ ഫോട്ടോസൊക്കെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോട്ടോ കാണാം, ഒരു സബ്മേഴ്സിബിളിൻ്റെ അവിടെ നിന്ന് ഒരു ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ടൈറ്റാനിക് ഇങ്ങനെയാണ് തകർന്ന് താഴോട്ടേക്ക് പോയത്. 2 പീസായി, 2 പീസുകൾ 2 ഭാഗത്തേക്ക് മാറിയാണ് നിലം പതിച്ചത്. എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്കിത്. ടൈറ്റാനിക്കിനെക്കുറിച്ച് കൂടുതൽ അറിയാനും, നമ്മൾ ടൈറ്റാനിക്കിനെക്കുറിച്ച് സിനിമ കണ്ടതാണല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊരു കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും കൂടെ ഫോട്ടോസ് എടുക്കാനും ഒരു എൻജോയ്മെൻറ്റിനും പറ്റിയൊരു സ്ഥലമാണ് ഈ ടൈറ്റാനിക് DJ അമ്യൂസ്മെൻറ്റ്. നമ്മുടെ ആനയറ ലുലു മാളിന് തൊട്ടടുത്തുള്ള ഒരു എക്സിബിഷൻ സെൻറ്ററിലാണ് ഈ ടൈറ്റാനിക് എക്സിബിഷൻ ഉള്ളത്. എനിക്കിവിടെ ഏറ്റവും അട്രാക്ഷനായി തോന്നിയിരിക്കുന്നത് ആ ഒരു ടൈറ്റാനിക് മുങ്ങുന്നതിൻ്റെ ആ ഒരു അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ സംഭവം ടൈറ്റാനിക്കിൻ്റെ പകുതി ഭാഗം പൊങ്ങി നിൽക്കുന്ന സിനിമയിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ടല്ലോ, അതിൻ്റെ അവരിവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. അതിന് കട്ടൗട്ടും മറ്റും വെച്ച് ഐസ്ബർഗും കാര്യങ്ങളും ഒക്കെ വെച്ച് നന്നായിട്ടുണ്ട്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഒരു അവധിക്കാലത്ത് കുട്ടികൾക്ക് വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണ്. കൂടാതെ ഇവിടെ കുറേ നമ്മുടെ സ്റ്റാൾസും പിന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഒന്ന് കാണുക, ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുക, എൻജോയ് ചെയ്ത് തിരിച്ചു പോവുക. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.